വർക്ക് വിത്ത് സിമ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. വീക്കെൻഡൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് സിനിമയൊക്കെ കാണാനായിട്ട് ഒത്തിരി യൂസ്ഫുള്ളാണ് നമ്മളൊരു ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ നമ്മളത് തള്ളി നീക്കി പിന്നീടാവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 12,000 രൂപയുടെ ഉള്ളിലൊക്കെ നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന സെബ്രോണിക്സിൻ്റെ പ്രൊജക്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടി വി ഒക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി കോസ്റ്റ് ആവും, വലിയ ഡിസ്പ്ലേ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രൊജക്ടർ പ്രിഫർ ചെയ്തത്. പിന്നെ നമ്മളാണെങ്കിൽ അധികം ടി വി ഒന്നും കാണാത്ത ആൾക്കാർ, ഹോളിൽ ടി വി ഉണ്ടെങ്കിലും അതങ്ങനെ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തേക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ബെഡ്റൂമാണ് വരുന്നത്. ബെഡ്റൂമിൻ്റെ കണ്ടോ ജനലിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. കാര്യം ഈ ഇടയിൽ കൊണ്ടുവന്ന് വിൻഡോയുടെ ഇടയ്ക്ക് ഫിറ്റ് ചെയ്തേക്കുന്ന ഒരു മെനകേടാണെന്നുണ്ടെങ്കിലും പക്ഷേ രാത്രി നമ്മൾ ഈ ബെഡ്റൂമിലിരുന്ന് സിനിമ കാണുക എന്നുള്ളതൊരു വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെനകേടൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടെ തന്നെ ഇതങ്ങ് ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പ്രൊജക്ടറിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. 10,000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്, അതായത് 9,999 രൂപ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 1080 പിക്സലിൻ്റെയാണ് നമ്മളിത് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു 1080 തന്നെ നമുക്ക് വളരെ ധാരാളമാണ്. ഇപ്പോൾ 4K വരെയുള്ളതൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും വാങ്ങിക്കാം. പക്ഷേ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി തന്നെ അത്യാവശ്യം നല്ലതാണ്. നമുക്ക് കാണുമ്പോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ സൈസ് നമ്മൾ സ്ക്രീൻ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 സെൻറ്റിമീറ്റർ വരെ നമുക്ക് സ്ക്രീൻ സൈസ് കിട്ടും. അല്ലാന്ന് പറയുകയാണെങ്കിൽ ഒരു 250 ഇഞ്ച് വരെയൊക്കെ നമുക്ക് കിട്ടും. അത് തന്നെ അത്യാവശ്യം നല്ല സൈസാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആകെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 180 ഇഞ്ചിനുള്ളതാണ് നമുക്ക് സ്ക്രീൻ സ്പേസ് ഇവിടെ ഉള്ളൂ. ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ പ്രൊജക്ടറിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് സ്പീക്കർ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിന് സൗണ്ട് കുറവാണ്. നമുക്കൊരു ഹോം തിയേറ്ററിൻ്റെ എഫക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു സ്പീക്കർ വാങ്ങി വെക്കുക തന്നെ വേണം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കട്ടിലിൻ്റെ താഴെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വയറിൻ്റെ ഒന്നും കൂടുതൽ പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുഴക്കമൊക്കെ ആ ഒരു ഹോം തിയേറ്റർ എഫക്റ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കിനി സ്ക്രീൻ സെറ്റ് ചെയ്തേക്കുന്നത് കാണാം. അതെ, ഇവിടെയാണ് നമ്മൾ സ്ക്രീൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു വോള് ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വോളിലേക്ക് തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷീറ്റ്, വൈറ്റ് കളർ ഷീറ്റ് വാങ്ങാൻ കിട്ടും. ഏത് സൈസാണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് തൂക്കിക്കഴിഞ്ഞാൽ അതിലത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് ചെറിയ ഡിസ്ട്രാക്ഷൻ ആയിട്ട് ഈ കാണുന്ന ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. പക്ഷേ അത് വൈറ്റ് തന്നെ ആയതുകൊണ്ട് നമ്മൾ സിനിമ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇത് വെച്ച് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീൻ സൈസ് ഈ സൈഡിൽ നിന്ന് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഞാൻ ഈ സെൻറ്ററിലേക്ക് കാണിച്ചു തരാം. ഇതുണ്ട്, ഞാനിപ്പോൾ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ കണ്ടോ, അത്യാവശ്യം വലിയ വോള് തന്നെയാണത്. അപ്പോൾ ഒരു 180 ഇഞ്ചാണ് ഈ ഒരു വോളിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 250 ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊജക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻ. അപ്പോൾ അത് വരുമ്പോൾ ഒത്തിരി വലുതായിരിക്കും. നമ്മളിപ്പോൾ 180ലാണ് ഇതാകെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി അധികം വലിച്ചു നീട്ടാതെ നമുക്ക് കാത്തിരിക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്കിയിട്ടൊന്ന് പറയുന്നു. നമ്മൾ 720pയിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഇത് ശരിക്കും 1080 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 720 തന്നെ നല്ല ക്ലാരിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾ മൊബൈലിൽ കണ്ടപ്പോൾ എന്തോരം ക്ലാരിറ്റി കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. സൗണ്ട് ആണെങ്കിലും ക്വാളിറ്റി ഉണ്ട്. വീഡിയോ ക്ലാരിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് 720 തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ 1080 ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് VGA കേബിളോ അല്ലെങ്കിൽ HDMI അല്ലെങ്കിൽ USB വെച്ചൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് കാണാനായിട്ട്. പിന്നെ മിററിങ്ങും അതുപോലെ തന്നെ വൈഫൈ ഓപ്ഷൻസ് ഒന്നും നമ്മുടെ ഇതിനകത്തില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആകുമ്പോൾ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസും ഇതിനകത്തുണ്ട്. നമ്മൾ ഈ പ്രൊജക്ടർ വാങ്ങുമ്പോൾ തന്നെ ഓൺലൈനായിട്ട് ഈ കാണുന്ന ട്രേ ഒക്കെ സെപ്പറേറ്റ് വാങ്ങിക്കണം. എങ്കിലാണ് നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കേബിൾ ലെങ്ത്ത് 1.5 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി ലെങ്ത്തിലേക്ക് ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ കേബിളും കൂടെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിനി ഒത്തിരി പൈസയൊക്കെ ആവുമെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് 12,000 റുപ്പീസിൻ്റെ ഉള്ളിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.